പോത്തും പശുവൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ പുല്ലിങ്ങനെ നശിപ്പിക്കാതെ അതിന് പറിച്ചു കൊടുത്തുകൂടെ? അത് ഇതിന്റെ ചോട്ടിൽ നമ്മൾ തൂമ്പ എടുത്ത് പണിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാടുകൾ പറിക്കാതെ ചീഞ്ഞ് അവിടെ തന്നെ വളമാകുന്നതാണ് ഏറ്റവും നല്ലത്. പരിപാടി ഇത് തേൻ കൃഷി. തേൻ കൃഷി ഉണ്ടല്ലേ? തേൻ എടുക്കാൻ പോവാണോ? ശാലം നമുക്ക് എടുത്തു നോക്കാം. സീസൺ അല്ലല്ലോ? സീസൺ അല്ല, ഇപ്പൊ നിറഞ്ഞു നിൽക്കുവാണ്, അതുകൊണ്ട് ഇത് പൊങ്ങുന്നില്ല. നിറച്ച് കാകലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അടപ്പേ പിടിച്ചല്ലേ? അടപ്പേ പിടിച്ചു കേട്ടോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കർഷകനായ ബെന്നി വാളികുളത്തിൻ്റെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ബെന്നിച്ചാ, നമസ്കാരം. നമസ്കാരം. ഈ കുരുമുളക് ചെടിയുടെ ചോട്ടിൽ ഇങ്ങനെ പടുതായിട്ടേക്കുന്നതിൻ്റെ കാര്യം എന്താ? അത് കാട് മുളയ്ക്കാതിരിക്കാനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. മഴ പെയ്താൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങണ്ടേ? അത് പടുതായി ഓട്ടയുണ്ടോ? ഓട്ടപ്പെടുതായാണ്. വെള്ളം ഇറങ്ങണമല്ലോ. ഇഷ്ടം പോലെ ഓട്ടയിട്ടിട്ടുണ്ട്. ഈ പടുതയിട്ടാൽ പിന്നെ ചീഞ്ഞു പോവുക. പുല്ല് ചീഞ്ഞു പോകും. ഈ പടുതയെ ഇങ്ങനെ സ്ഥിരം ഇട്ടേക്കോ അതെയോ? ഇല്ല, അത് എടുത്ത് മാറ്റി. ഇപ്പോഴത്തെ ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ ഇതിന്റെ ചീഞ്ഞു. അപ്പൊ എടുത്ത് അടുത്ത സ്ഥലത്തോട്ട് ഇടുവോ? മാറ്റി ഇടുവുള്ളൂ. സഞ്ചരിക്കുന്ന പടുത. എനിക്ക് പോത്തും പശുവൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ പുല്ലിങ്ങനെ നശിപ്പിക്കാതെ അതിന് പറിച്ചു കൊടുത്തുകൂടെ? അത് ഇതിന്റെ ചോട്ടിൽ നമ്മൾ തൂമ്പ എടുത്ത് പണിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാടുകൾ പറിക്കാതെ ചീഞ്ഞ് അവിടെ തന്നെ വളമാകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചാണകവെള്ളം കലക്കി ഒഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ചാണകവെള്ളം കലക്കി ഒഴിക്കും. ഈ മഴക്കാലത്ത് ചാണകം ഒഴിച്ചാല് ചീഞ്ഞു പോയല്ലേ? ഒരു ചീച്ചിലുണ്ടായാല. പിന്നെ അപ്പം വേനക്കൊഴിച്ചാൽ ചാണകം ഉണങ്ങി പോകത്തല്ലേ ഉള്ളൂ. വളം നമുക്ക് അതിനകത്ത് വളം കിട്ടത്തില്ല. ചാണകം ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ മണ്ണിലോട്ട് അത് ഉണങ്ങി ഇറങ്ങില്ല. അത് അവിടെ പാറ പോണക്ക് അവിടെ കത്തി പിടിച്ചിരിക്കത്തേ ഉള്ളൂ. ചാണകം ഉണങ്ങിയതുകൊണ്ട് എന്താ ദോഷമുള്ളേ? ചാണകം എന്ന് വെച്ചാൽ അതിന്റെ സൂര്യപ്രകാശം അങ്ങോട്ട് അടിക്കുന്നില്ല. പിന്നെ വെള്ളം ഇറങ്ങിയാൽ പാറ പോണക്ക് ഇങ്ങനെ വെച്ച് നല്ല കട്ടിയിൽ അവിടെ കൃഷിക്ക് ദോഷം ചെയ്യും. കൃഷിക്ക് അത് ദോഷമേ ഉള്ളൂ. ഈ കൊടി എന്നാ ഇപ്പൊ എന്ത് പ്രായമുണ്ട്? ഇതിപ്പോ 2 വർഷം ആയതേ ഉള്ളൂ. 2 വർഷം. 2 വർഷം. ഏകദേശം എത്ര കൊടി കാണും? ഒരു 100-400 കോടി അടുത്തുണ്ട്. 400. ഇത് വളം ചാണകം മാത്രമേ ഉള്ളൂ? ചാണകം മാത്രമേ സാധാരണ ചെയ്യാറുള്ളൂ. ഈ കൊടിയുടെ എന്താ നടന്നത്? കൊടി തലയാണോ കേറ്റത്തലയാണോ? അതിൽ ചോട്ടിലെ തല കണ്ണി മുറിച്ചെടുത്തിടുന്ന. അല്ല, കേറ്റത്തല ഇടുന്നില്ല. ഇല്ല. ഇപ്പൊ എല്ലാരും ചെയ്യുന്നത് കേറ്റത്തല മുറിച്ചിടുവാണ്. അവന് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കേറ്റത്തല എടുത്ത് ചോട്ടി മുറിച്ചെടുത്ത് ചാർത്തി കെട്ടാറുണ്ടോ? ചാർത്തി കെട്ടാറുണ്ട്. അതെങ്ങനെയാ അതിന്റെ എഴുന്ന് പറയാമോ? അത് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഒരു കൊല്ലം ആകുമ്പോൾ പൊളിച്ചിങ്ങെടുക്കും. പൊളിച്ചെടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇതിന്റെ ചോട്ടിൽ ഇങ്ങനെ തോണ്ടിയിട്ട് വട്ടത്തിലിറക്കും. അതെന്താ അതിന്റെ ലക്ഷ്യം? അതെന്ന് വെച്ചാൽ കൊടി ചോട്ടി തുടങ്ങി കണ്ണി പൊട്ടും. ഇതിന്റെ ചോട്ടി തുടങ്ങി കണ്ണി പൊട്ടിക്കുന്നതാണ്. വേറെ എന്തൊക്കെ കൃഷിയാണല്ലേ? കപ്പ, ചേന, മഞ്ഞള്, ഇഞ്ചി, ചേമ്പ്. ഇതിനൊക്കെ പണിക്കാരെ നിർത്താറുണ്ടോ? ഇതിന് പണിക്കാര് സ്വന്തം പണിയാണ് കൂടുതൽ. സ്വന്തം പണിയാണ്. ഈ കാടുകളെന്നൊക്കെ തന്നെ സ്വന്തം പണിയാണ്. ആൾക്കാരെ കൂട്ടും കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ ഈ വഴിയെ കടന്നു പോയപ്പോഴേ ഇവിടെ മുഴുവൻ കറിച്ചീര കണ്ടു. ആ ചീര നടുന്ന ചീര എല്ലാ വർഷവും നടുവോ? എല്ലാ വർഷവും ചീരിടുന്ന. എന്നിട്ട് അതെന്ത് ചെയ്യും? അത് കടയിൽ കൊടുക്കും. നല്ല ആദായമാണോ അത്? പിന്നെ കറിച്ചീര. കറിച്ചീരയാണോ കപ്പയൊക്കെയാണോ ആദായം? ചീരയ്ക്ക് ആദായം. ചീരയാണോ? ചീര നന്നായി കയറി കിട്ടിയ നല്ല. അതെങ്ങനെ പറിക്കുവാണോ? പറിച്ച് കൊടുക്കും. പറിച്ച് കഴുകി കൊടുക്കും. എന്നിട്ട് അവിടെ കപ്പയിടും. ഈ കപ്പ എങ്ങനെയാ? സ്വന്തം പണിയാണോ? സ്വന്തം പണിയാണ്. ഈ കപ്പ ഉണങ്ങാറുണ്ടോ? കപ്പ മാറ്റി ഉണങ്ങും. അതെങ്ങനെയാ പണിക്കാര്? അത് പണിക്കാര് ഒരാളെയൊക്കെ കൂട്ടും. ഒരു ദിവസം എല്ലാ ദിവസവും വാട്ടുമോ? കുറേശ്ശേ വാട്ടുള്ളൂ. എത്ര എമ്പ്? ഒരു 2-3 എമ്പ് കൂടുതൽ വാട്ടാം. 3 എമ്പി കൂടുതൽ വാട്ടാറില്ല. എല്ലാ ദിവസവും വാട്ടും. മിക്ക ദിവസം വാട്ടും. കപ്പ ഉണക്കപ്പ വിൽക്കാനുണ്ടോ? കപ്പ ഉണക്ക് കൊടുക്കുന്ന. എന്ത് വില? 1200-1100 രൂപയ്ക്ക് കൊടുത്തു. 1200 രൂപ. വിറ്റു. ചേനകൃഷി അത് നമ്മള് ചേനകൃഷിയൊക്കെ കുറവായി. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം മുതൽ ചേനകൃഷി കുറച്ചു. നഷ്ടമാണോ? നഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാം കൂടെ പറ്റിയല്ല. എല്ലാം കൂടെ. പിന്നെ ഇത് നമ്മള് കടയിൽ കൊണ്ടു ചെന്ന ഇപ്പൊ 2 കൊല്ലമായിട്ട് ചേന ചെറുതായിരുന്നു. മറ്റേ ചേനയെല്ലാം ഒരു 15 കിലോയ്ക്ക് മുകളിലുള്ള ചേനകളായിരുന്നു. നമ്മളിതും കൊണ്ട് ചെന്നുമ്പോഴത്തേനും കടക്കാരൻ കിടന്ന് കാറുവാ. ഇത് വിൽക്കാൻ പാടില്ല, വിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചേനകൃഷി ഞാൻ നിർത്തിയതാ. ഇപ്പൊ 2 കൊല്ലമായിട്ട് ഇപ്പൊ ഇച്ചിരി ചെയ്തു തുടങ്ങി. നമ്മള് കണക്ക് കൂടി നോക്കിയാലേ ഈ കൃഷി ലാഭമാണോ നഷ്ടമാണോ? നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ കൃഷി നഷ്ടമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇല്ല, നഷ്ടമാണ്. അല്ല, നഷ്ടം. കൂലിക്കാരൻ നിർത്താൻ ഒരു 1000 രൂപ വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ 1000 രൂപ നമുക്ക് കിട്ടണ്ടേ? കയ്യിൽ നിന്ന് അങ്ങ് പോയി. പക്ഷെ ആ കാശ് നമുക്ക് 1000 രൂപ അങ്ങനെ തിരിച്ചു കിട്ടുന്നില്ല. കൃഷിക്കാരന് പണിക്കാരെ നിർത്തിയാൽ നഷ്ടത്തിലോട്ട്. അല്ല, ലാഭമാണ്. അല്ലെങ്കിൽ ലാഭം. ഈ കൊടി പിടിക്കുക, അട്ടക്കാല് പിടിക്കുന്നേ മുരിക്കലാണ്. ചീമക്കൊന്ന പിടിക്കാതെ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. പിന്നെ കെട്ടിക്കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ കെട്ടിക്കൊടുക്കും. അത് കവല കയറി മറിയും കഴിഞ്ഞാൽ പിന്നെ ഊർന്നു പോകല. പിന്നെ കെട്ടണ്ട. പിന്നെ പയ്യാനി പയ്യാനി കുറവാ. പയ്യാനി ഉണ്ട്.
പിന്നെ അമ്പഴം 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 അതൊക്കെ കാലിട്ടാൽ പോയില്ല. അമ്പഴം കണ്ടുപോകാനും വളം വലിക്കാനും വളം വലിക്കും. ഇപ്പൊ നഷ്ടമല്ലേ? ഇല്ല അതാ. പക്ഷെ കാല് കിട്ടാനേ സമയത്ത് കാല് മാറി മാറി ഇതേ ഈ എല്ലാ മരവും ഞാൻ ശ്രദ്ധിച്ചു. ഒരു മരത്തെ പോലും അധികം ചവറ് കോന്തിതാ അങ്ങനെ കോന്തിയിലെ എരമ്പല്ലേ, എരമ്പായ കൂടി കാ പിടിക്കല മുരിക്കിന് പുഴുത്തോളയോ ഉണ്ട്. അത് ചീമക്കൊന്നയ്ക്കും ഉണ്ട്. അപ്പൊ മരുന്നടിച്ചു കൊടുക്കണം. മരുന്നടിച്ചാൽ ശരിയാവും. അത് പുഴു കയറി കുത്തുന്നത്. വേറെ കേട് വല്ലതും ഉണ്ടാകാറുണ്ടോ? വേറെ കേടുകൾ അങ്ങനെ കാണാറില്ല. ഇങ്ങനെയൊക്കെയാണ്. ശരി. ഇപ്പൊ എത്ര മാസമായി ഇത് നട്ടിട്ട് 1 മാസമായി. 1 മാസം കഴിഞ്ഞു. ഇത് മുഴുവൻ കാടാണ്. ഇത് കാട്. ഇത് ഇതിനകത്ത് ആയി വളർന്നു. ഇനി 2-3 ആഴ്ചത്തേലേ ഉള്ളൂ. അത് ഇത് വീശി വിട്ട് ഇതിന്റെ അകത്ത് ഇങ്ങനെ കൊത്തി വലിച്ച് ചോട്ടിക്കൂടെ ഇട്ടിട്ട് രാസവളം കൂടെ ഇട്ട് വിടും. 2-3 പ്രാവശ്യം രാസവളം ഇടും. ഇത് നടുമ്പോഴെന്താ വളം ഇടുന്നത്? ചാണകം ഇട്ടിട്ട് നടും. ചാണകം എല്ലുപൊടി ഇടുവോ? എല്ലുപൊടി ഇടിയല്ല, ചാണകം ഇടും. ചാണകം മാത്രമേ ഉള്ളൂ. ഇതിന് എത്ര ആൾ കഴിഞ്ഞാൽ പറിക്കാൻ പറ്റും? ഇത് നമ്മൾ കർക്കിടകമാകുമ്പോൾ പറിച്ച് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തണ്ട് വീഴുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറിക്കും. അതിന്റെ ഉദ്ദേശം അത് കർക്കിടകത്തിലാണ് ചേന ടേസ്റ്റ്. ഈ തണ്ട് വീഴുന്നതിന് പറിക്കുന്നതിന്റെ കാര്യം അത് കറി വെക്കാൻ അവർ വീട്ടുകാർ പറയും. നമ്മൾ പറിച്ചുകൊണ്ട് പോരാൻ പറയും. കർക്കിടകമൊക്കെ ആയി കഴിയും. തണ്ട് എന്ത് ചെയ്യും? തണ്ട് കറി വെക്കും. കറി വെക്കാനെടുക്കും. നല്ലതാണ്. നല്ല സൂപ്പറാ. നല്ല ടേസ്റ്റ് അല്ലേ? കാബേജ് പോലെയൊക്കെ ആയിരിക്കും. ആണല്ലേ? അപ്പൊ ചൊറിയല്ലേ ചേന? ഇല്ല, ചെറിയൊന്നുമില്ല. സാധാരണ കറി വെക്കുന്ന പോലെ തന്നെ ആണ്. ചൊറിച്ചിലൊന്നും നല്ല കറിയാണല്ലേ? നല്ല കറിയാ. അപ്പൊ 2 ഗുണമാണ്. വേവിച്ച് തിന്നുകയും ചെയ്യാം, കറിയും വെക്കാം. നല്ല കാര്യം. പിന്നെ ഇത് വേറെ കൃഷി ചെയ്ത് വളം വല്ലതും ചെയ്യാറുണ്ടോ? ഇത് രാസവളം ചെയ്യും. ഇതിന്റെ കൗളിലേ ഇതിനു മുമ്പ് ഞാനും വന്നപ്പോഴേ ഇതിന്റെ കൗളിൽ ചാണകം വെച്ചിരിക്കുന്ന കണ്ടു. അത് ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ഇത് തണ്ട വഴി ഒഴുകി ഈ ചോട്ടിലോട്ട് ഇറങ്ങും. നേരെ ചോട്ടിച്ച് അതെ. അതുകൊണ്ട് നേട്ടമുണ്ടോ? വളർച്ച ശകലം വളർച്ച കൂടുതലുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ അത് ഗുണകരമാണ്. ഗുണകരമാണ്. ഈ കപ്പ കണ്ടിട്ട് ഇത് എത്ര മാസമായി കാണും നട്ടിട്ട്? ഇത് 2 മാസം. 2 മാസം. ഇതിന്റെ വളം ഇത് ചാണകം ഇടും. ചാണകം ഇട്ടാണ് നടുന്നത്? ചാണകം ഇട്ടാണ് നടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചാണകം പിന്നെ ഒന്നും ചെയ്യാറില്ല. നേരെ കളിക്കുമ്പോൾ ചാണകം കൂടെ ഒന്നുമില്ല, വെക്കാറില്ല. ഇത് എത്ര മാസം കഴിഞ്ഞാൽ പറിക്കാം? ഇത് 10 മാസം കഴിയുമ്പോൾ പറിക്കാം. 10 മാസം കഴിയുമ്പോൾ. ഒരു കപ്പ ഉദ്ദേശം എത്ര കിലോ? കഴിഞ്ഞ കൊല്ലം ഒരു 30 കിലോ വരെയുള്ള ചൂടുകളുണ്ടായിരുന്നു. 30 കിലോ. സാധാരണഗതിയിലേ ഒരു കപ്പത്തോട്ടത്തിൽ കയറി ആ ഏലം മുഴുവൻ ചുരുണ്ട് ഇരിക്കും. ഇവിടെ അവിടെ ഇവിടെ ഓരോ ഇതേ കാണുന്നു. ഇതെന്താ ഇത്? ഇത് ഈ ഇലക്കയുടെ ഈ ചുണ്ട് വരുന്ന ഒരു സൈസ് കേടാണ്. ഇലപ്പേനല്ലേ? അതെ, ഇലപ്പേന. ഇലക്കകത്തൂടെ കയറി പോകുന്ന പേന. അതെ. അതിനെന്താ ചെയ്യുന്നത്? അതിന് ചൂട് ചാരം ഇടുന്നത് നല്ലതാണ്. പിന്നെ എപ്പോഴാണ് ഇടുന്നത്? അത് ഇത് ആദ്യം തന്നെ ഇടണം. ഇത് ആയി വരുമ്പോ തന്നെ ഇടുക. കേടാകുമ്പോ പിന്നെ പിന്നെ അതിന് ഇതിനായിട്ടൊരു എന്തോ ഒരു മരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ചിലപ്പോ മേടിച്ചടിക്കുകയൊക്കെ അടിക്കുന്നുണ്ട്. ഇലക്കേട് മാറുന്നു. ഇലക്കേട് കുറച്ചെല്ലാം മാറും. ഈ കേടില്ലാത്ത അങ്ങനെ മരുന്ന് ചെയ്താണോ? അല്ലല്ല, ഇപ്പൊ നിലവിൽ ഇതൊന്നും കേട് ഒന്നും ചെയ്തൊന്നുമല്ല. അല്ലല്ല, മരുന്ന് ചെയ്യാറുണ്ട്. ഈ ഇലക്കേട് വന്നാല് എന്തെങ്കിലും വിഷയമുണ്ടോ കപ്പയ്ക്ക്? ഇലക്ക് അത് ഉള്ള കുറച്ച് കിഴങ്ങുണ്ടല്ലോ, അത് അതേപടി നിൽക്കുമോ? വളരെയല്ല. അപ്പോൾ ആദായം കുറയും. പകുതി ആദായമായി പോകും. അപ്പൊ ഇലയ്ക്ക് അകത്തൂടെ പേൻ കയറി പോകും അല്ലേ? അതെ. ഇതിന്റെ നീര് ഊറ്റി കുടിക്കുക. ഇഷ്ടംപോലെ തീറ്റപ്പുല്ല് കാണുന്നേ. അതെ, പശുക്കളുണ്ട്, പോത്തുണ്ട്. പശു കറവയാണ്. തന്നെയാണ് കറവ? തന്നെയാണ്. പാല് എവിടെ കൊടുക്കുന്നത്? പാല് കൊല്ലപ്പള്ളി സൊസൈറ്റിയിൽ കൊടുക്കുന്നത്. സൊസൈറ്റി. പാല് നല്ല വില കിട്ടുന്നുണ്ട്? എവിടെ നമുക്ക് എന്നാ കിട്ടാൻ? ഒരു 1/2 ലിറ്റർ കള്ളിന്റെ കാശ് പോലെ നമുക്ക് 1 ലിറ്റർ പാലിന് കിട്ടുന്നില്ല. പിന്നെ അപ്പോൾ ഇത് ആദായകരമല്ല. പശുക്കളൊക്കെ ഇപ്പൊ ഒരിക്കലും ആദായകരമല്ല. അല്ല, ഈ പാലിന് 4 രൂപ കൂട്ടിയല്ലോ. അപ്പോഴും എവിടെ എന്നെ കിട്ടാനോ ചേട്ടാ? തീറ്റയ്ക്ക് വില കൂട്ടി. ഒരു ചാക്ക് ഓക്കയ്ക്ക് 70 രൂപ കൂട്ടി. 70 രൂപ. ഒരു 4 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ 70 രൂപ വേറെ കൂട്ടി. ഈ ആദായകരം അല്ലെങ്കിലേ പിന്നെ എന്തിനാ പശു വളർത്തുന്നത്? നമുക്ക് കപ്പയ്ക്ക് വളം വേണം, ചേന നടണം, പിന്നെ ഉള്ള ആവശ്യത്തിനുള്ള വളം കിട്ടുമല്ലോ. പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് പാല് കിട്ടുന്നു. അത് മേടിക്കാൻ നമ്മൾ വേറെ ഇടത്തും പോകേണ്ട കാര്യമില്ല. നല്ല പാല് കിട്ടും. നല്ല പാല് കുടിക്കാം. അതാണ് വളർത്താൻ കാരണം. ഈ പുല്ല് ഇതെന്താ സേനമല്ല? ഇത് CO5. ഇത് നട്ടിട്ട് എത്ര കാലമായി? ഇത് ഇപ്പൊ പറയുകയാണെങ്കിൽ 2 വർഷമായതാ. 2 വർഷമായി. ഇത് ഒരു ചെത്തി എടുത്തായി. ഇവിടെ 2-ാം തീയതി ആയി വന്ന. പശു എത്രയുണ്ട്? പശു 2 എണ്ണവും
ഒരു പോത്തും പോത്ത് ഒരു ദിവസം എന്തെങ്കിലും പുല്ല് വേണ്ടി വരും. എത്ര ചൂട്? അത് നമ്മളെ കെട്ട് കണക്കാണ്. എത്ര കെട്ട്? 4 കെട്ടിക്ക് എത്തണം. 4 കെട്ട് പുല്ല് വേണം. വേണം. ഒരു കെട്ട് എവിടെ? അത്രയൊന്നും ഇപ്പൊ ഇല്ല. അതിപ്പോ ചെത്താറായി വരുന്നതേ ഉള്ളൂ. വരുന്നതേ ഉള്ളൂ. നല്ല പുല്ലാണെ കിട്ടും. കിട്ടും. ഈ പുല്ല് വെട്ടി എത്ര ദിവസം കഴിഞ്ഞാൽ വീണ്ടും വെട്ടാറാവും? ഇത് 45 ദിവസം കഴിയുമ്പോൾ മുതൽ ചെത്ത വെട്ടാറാവും. വീണ്ടും വെട്ടാറാവും. തണ്ട് മൂത്താല് ഒത്തിരി മൂത്ത് പോകാതിരുന്നാൽ മതി. മൂത്താ പിന്നെ മൂത്ത പോകത്തിന്നാ പാടാ. അതിൽ പിന്നെ മെഷീൻ വെച്ച് അരിഞ്ഞു കൊടുക്കണം. മെഷീൻ ഉണ്ടോ? മെഷീനുണ്ട്. അരിഞ്ഞു കൊടുക്കണം. ഈ സാധാരണ ഈ കർഷകര് കന്നാര പശുവിന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. കന്നാര കൊടുക്കുന്നുണ്ട്. കാര്യം പശുവിന്റെ വയറൊക്കെ പെട്ടെന്ന് അറിയും, പാലും കൂടുതൽ കിട്ടും. പക്ഷെ അത് നമ്മൾ പാലിന് രുചി വ്യത്യാസമുണ്ട്. ഇല്ല, ഞാൻ കൊടുക്കാറില്ല. നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാലല്ലേ. അപ്പൊ നമ്മള് പുല്ല് വെച്ചെത്തി കൊടുക്കുക. തെങ്ങ് കൃഷി ഉണ്ടെന്ന് തോന്നുന്നു. തെങ്ങ് കൃഷിയുണ്ട് ചേട്ടാ. ഇതാണ് ഈ മുള്ളാത്ത എന്ന് പറയുന്ന സാധനം. മുള്ളാത്ത ഇത് ഈ ക്യാൻസറുകാരൊക്കെ കഴിക്കുന്നത്. നമുക്കിത് എന്തിനുള്ളൂ? നമ്മളിത് കറി വെക്കാൻ നല്ലതാണ്. കറി വെക്കാൻ, തോരൻ വെക്കാൻ നല്ലതാണ്. തോരൻ വെക്കാൻ മറ്റു കറി പോലെ തന്നെ ഇതെങ്ങനെ മൂത്തിട്ടാണ് ഒരുവിധം മൂപ്പാകുമ്പോ കുറച്ച് കറി വെക്കുക. ഇത് ക്യാൻസറിനൊക്കെ നല്ലതാന്ന് പറയാം. സാരമില്ല. അതെ. എങ്ങനെയാ പൊളിക്കുന്നത്? ഇത് ചുമ പഴുത്ത് കഴിഞ്ഞത് ഇങ്ങനെ തുറത്താൽ മതി. തൊണ്ടോടെ കളഞ്ഞിട്ട് തൊണ്ട് കട്ടിയില്ല. ഇല്ല, തൊട്ടും കട്ടിയില്ല. ഇതിന് ചക്കയുടെ അല്ല, ഇതിന് ചെറിയ പുളിയാണ്. ഇത് കണ്ടിട്ട് ഒരു ചക്കയുടെ ഒരു തുളയും. ചക്കയുടെ തുള വെച്ച എനത്തിപ്പെടുന്നാണല്ലോ ഇത്. പുകയിടുക അല്ലേ? പുകയിടുക. ചകലും പുക ഇട്ടിട്ടുള്ളൂ. ഇതിനകത്ത് എന്താ ഉള്ളത്? ഇതിനകത്ത് ചകിരി വെച്ചിരിക്കുന്ന. അപ്പൊ ഈ പുക അടിച്ചാല് താഴോട്ട് ഇറങ്ങി പോകും. പിന്നെ കുത്തിയല്ല. ഇത് ഈ തേനെടുക്കുന്നത് ഏതൊക്കെ മാസമാണ്? അത് റബ്ബറിന്റെ ഇല മൂക്കുമ്പോഴാണ് തേനാകുന്നത്. ഇല മൂക്കുമ്പോഴാണ്. അതെ. ഈ തേൻ റബ്ബർ പൂവേലാണ് തേൻ എന്ന് പറയുന്നത്. അത് പൂവല്ലല്ല തേനല്ല, ഇതിന്റെ ഇലയല്ല. ഏത് ഇലയില്? ഈ ആദ്യം തളത്തൂരില്ല, ഡിസംബർ ഇല പൊഴിഞ്ഞിട്ട് തളക്കുന്ന 3 ഇല കൂടുന്നിടത്താണ് തേനാകുന്നത്. ഒരു വർഷം ഇത് എത്ര ദിവസം കൂടുമ്പോൾ എടുക്കും? അത് 4 ദിവസം 4-5 ദിവസം ആകുമ്പോൾ എടുക്കാം നമുക്ക് സീസണിൽ. ഇങ്ങനെ കണ്ടിച്ചെടുക്കുക? ഇല്ല, അത് മെഷീനകത്ത് കറക്കി. ഇത് എടുക്കാതിരുന്നേ? ഇത് ഇറക്കാതിരുന്നെന്ന് ചോദിച്ചാൽ ഇത് ഈച്ചയ്ക്ക് വേണമെങ്കിൽ കുടിക്കാൻ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് വല്ല ആവശ്യം വരുന്ന ഓടിച്ചെന്ന് കട്ട് ചെയ്തെടുക്കുക. ഈച്ച കുടിച്ചിട്ട് ഇനിയിപ്പോ ഈച്ച കുടിക്കാൻ തുടങ്ങും. മഴ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈച്ച കുടിക്കാൻ തുടങ്ങും. റാഗിൽ പോവുക. റാഗിൽ ഇനിയിപ്പോൾ അത് ഫുൾ തേനിരിക്കുമോ എല്ലാത്തേലും. തേനിക്ക് കുറേ കുടിക്കും. ഇത് മാറ്റിയിട്ട് ഈ മുകളിലത്തെ തട്ട് മാറ്റണം. ഈറിപ്പൊക്കോലെ ഇത് മാറ്റിയിട്ട് വേണം അടുത്ത തീറ്റ കൊടുക്കാനായിട്ട്. പഞ്ചസാര ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് അതിൻ്റെ അകത്ത് ഇട്ട് അലിപ്പിച്ച് കൊടുക്കും. ഒരു നുള്ളി ഉപ്പ് കൊടുക്കും. അതിന് ഇച്ചിരി ആരോഗ്യം മറ്റു കുഴപ്പമൊന്നും വരാതിരിക്കാനൊക്കെ ആയിട്ട് ഉപ്പ് ഇടും. തീറ്റ ദിവസവും കൊടുക്കുമോ? ഇല്ല, ആഴ്ചയിൽ ഒരു ദിവസം. ഒരു ആഴ്ചയിൽ 250 ഗ്രാം പഞ്ചസാരയുടെ ഒരു പെട്ടിയിൽ 250 ഗ്രാം പഞ്ചസാര ഒരു. അതെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. പൂമ്പൊടി മുട്ടയൊന്നുമില്ല ഇതിനകത്ത്. അതൊന്നുമില്ല, തേൻ മാത്രമേ ഉള്ളൂ.